ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. തിരുവനന്തപുരത്ത് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പേട്ടയിൽ നിന്നാണ് കുട്ടിയെ കാണാതായത്. ബീഹാർ സ്വദേശികളായ നാടോടികളുടെ മകളെയാണ് അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയത്. കാണാതായതെന്ന് രക്ഷിതാക്കൾ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. പോലീസ് വ്യാപകമായി പരിശോധന നടത്തുകയാണ്. PR പ്രവീണയുണ്ട് വിവരങ്ങളുമായി. പ്രവീണ, എപ്പോഴാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്? എന്താണ് പോലീസ് പറയുന്നത്? അർദ്ധരാത്രിയാണ് കുട്ടിയെ കാണാതായിരിക്കുന്നത്. സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങുകയായിരുന്ന നാടോടി ആളുകളുടെ കുട്ടിയാണ് കൊണ്ടുപോയിട്ടുണ്ട്. 2 വയസ്സാണുള്ളത്. ആക്ടിവ സ്കൂട്ടറിൽ 2 പേർ അടുത്ത് വന്നതായി ഈ അച്ഛനും അമ്മയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് വ്യാപകമായ പരിശോധന നടത്തിയിട്ടുണ്ട്. കുട്ടിയെ ആ, ഈ പറയുന്നത് പോലെ പേട്ടയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. മാത്രവുമല്ല, തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ എല്ലാ സാധ്യതകളും അടച്ചുകൊണ്ടാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇവർ അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്നവർ സംഘം ഇപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷനിലാണുള്ളത്. പേട്ട പോലീസ് സ്റ്റേഷനിലാണ് 2 മണിയോടുകൂടി കുട്ടിയെ കാണാതായ വിവരം രക്ഷിതാക്കൾ അറിയിക്കുന്നത്. ആക്ടിവ സ്കൂട്ടറിൽ വന്ന 2 പേർ സമീപത്ത് എത്തിയിരുന്നതായും സഹോദരങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയെ പിന്നീട് കാണാതായതുമാണ് ഒരു പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രവീണ, അതായത് ഈ കുട്ടീനെ ഈ മറ്റു കുട്ടികൾക്കൊപ്പം നിൽക്കുമ്പോൾ കുട്ടിയെ കൊണ്ടുപോകുകയായിരുന്നോ? എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്? അവർ എങ്ങനെ തട്ടിക്കൊണ്ടുപോയെന്നാണ് മനസ്സിലാക്കുന്നത്? ഈ കൂടെ ഉണ്ടായിരുന്നവർ അതായത് അറിഞ്ഞില്ലേ? ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. സഹോദരങ്ങൾക്കൊപ്പം ഈ 2 വയസ്സുള്ള കുഞ്ഞും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അതിനിടയിലാണ് കുട്ടിയെ കാണാതാകുന്നത്. സംശയമായി പറയുന്നത് 2 പേർ ആക്ടിവ ബൈക്കിൽ സമീപത്തെത്തിയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം കുട്ടിയെ കാണാതായി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആക്ടിവ ബൈക്ക് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. നാടോടി കുടുംബത്തിന്റെ, അതായത് പല സ്ഥലങ്ങളിലായി എത്തി അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയാണ്, ഇളയ കുട്ടിയാണ്, 2 വയസ്സാണ്. അപ്പോൾ ഈ ആക്ടിവ ബൈക്ക് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതായത് ഈ ആക്ടിവ ബൈക്കിൽ എത്തിയിരുന്ന ഈ സ്കൂട്ടറിൽ എത്തിയിരുന്നവർ ഇവരെ സംശയിക്കാനുണ്ടായ സാഹചര്യം, അതായത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഇത് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അവരും കൂടെയുണ്ട്. അവരുടെ കൂടെയാണ് ഈ കുട്ടി കിടന്നിരുന്നത്. ആ സമയത്താണ് ഇവരെ കൊണ്ടുപോയത്, കുട്ടിയെ കൊണ്ടുപോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഈ 2 വയസ്സുള്ള കുട്ടി. അശ്വനമ്മയും പറയുന്നത് അതിനുശേഷം ഈ ബൈക്ക് സമീപത്തായി വന്നത് കണ്ടിരുന്നു. അതിനുശേഷം കുട്ടിയെ കാണാതായത് ശ്രദ്ധയിൽപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരാതിയുമായി രാത്രി തന്നെ അവർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ഇപ്പോൾ കാണാതായ സ്ഥിതിക്ക് എന്തായാലും ഈ ബൈക്ക് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ആ സമയത്ത് എവിടെയായിരുന്നു? ഇവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ബൈക്ക് സമീപത്ത് എത്തിയതായി പറയുന്നത്. നാടോടി സ്ത്രീകളായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്ഥലമോ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഏരിയയിലൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്കൊപ്പം കിടന്നിറങ്ങിയിരുന്ന കുഞ്ഞു കുട്ടിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടി ബഹളം വെക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ. അങ്ങനെ അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു കുഞ്ഞ് എന്നാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് പോലീസ്. പേട്ട സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ അച്ഛനും അമ്മയും മറ്റ് സഹോദരങ്ങളും അടങ്ങുന്ന സംഘം ഇപ്പോൾ പേട്ട സ്റ്റേഷനിൽ തന്നെയുണ്ട്. പോലീസ് എന്താണ് പറയുന്നത്? ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത്? CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. മാത്രമല്ല, കുട്ടിയുടെ ഫോട്ടോ വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ആക്ടിവ വണ്ടി വന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അത്തരം ഏതെങ്കിലും ബൈക്കുകൾ സംശയകരമായ സാഹചര്യത്തിൽ എവിടെയെങ്കിലും കാണപ്പെടുന്നുണ്ടോ എന്നുള്ളതും അന്വേഷണ പരിധിയിലുണ്ട്. തിരുവനന്തപുരത്താണ് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. പേട്ടയിൽ നിന്നാണ് കുട്ടിയെ കാണാതായിരിക്കുന്നത്. ബീഹാർ സ്വദേശികളായ നാടോടികളുടെ മകളെയാണ് അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അർദ്ധരാത്രി 1 മണിയോട് കൂടിയാണ് കുട്ടിയെ കാണാതാകുന്നതെന്നാണ് രക്ഷിതാക്കൾ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. കുട്ടി സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുമ്പോഴാണ് കാണാതാകുന്നത്. പോലീസ് വ്യാപകമായി പരിശോധന നടത്തുകയാണ്. ഒരു ആക്ടിവ വണ്ടി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ CCTV കേന്ദ്രീകരിച്ചു പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്.